ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് ഓണം ആയതുകൊണ്ടിട്ട് ഞാൻ രാവിലെ കുളിച്ചിട്ട്, അല്ലെങ്കിൽ കുളിക്കാനൊക്കെ വൈകണം. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി രാവിലെ ചായക്ക് ഉണ്ടാക്കണം. രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റ് പോലെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. എണീറ്റ് അലക്കാണ്ടായിരുന്നു, കുറേ അതൊക്കെ അലക്കിയിട്ട് അപ്പോഴത്തേനും മഴ പെയ്ത് ഇപ്പം ഒന്നിപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ട് മഴ കുറവുണ്ട്. ഇപ്പം ചെറിയൊരു വെയിൽ വന്നു തുടങ്ങി. ഇങ്ങനെ തന്നെ നിന്നാൽ നല്ലതായിരിക്കും. പുറത്തൊക്കെ പോകാനുള്ളത് കൊണ്ടിട്ട് മഴയില്ലാത്ത തന്നെ നല്ലത്. മഴ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര ഷോക്കായിരിക്കുമല്ലോ. ഇപ്പോൾ രാവിലെ മുതൽ ഭയങ്കര മഴയായി. ഇപ്പോൾ ഒന്ന് മഴ കുറഞ്ഞിട്ടുണ്ട്, ചെറിയ വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ചായക്ക് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടം പഴംപൊരി. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേ ഞാൻ ഓർത്തെ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് ഓർത്ത്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അപ്പം ഞാൻ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു സൈഡിൽ കുറച്ച് പാല് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ പാക്കറ്റ് പാലാണ് വാങ്ങാറ്, മറ്റേ പാലല്ല, പാക്കറ്റ് പാലാണ് വാങ്ങാറ്. അപ്പോൾ തലേ ദിവസം വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഇവിടെ ഇക്കാക്കാണെങ്കിൽ ഇങ്ങനെ പഴംപൊരി നല്ല ചൂടോടെ നല്ല ക്രിസ്പി ആയിട്ടില്ല, എന്നാലിട്ട് കഴിക്കും. ചില സ്ഥലത്തുനിന്നൊന്നും എല്ലാവർക്കും അങ്ങനെ കഴിക്കില്ല. ഇഷ്ടപ്പെട്ടാൽ മാത്രം നല്ല ക്രിസ്പി ആയിട്ടുള്ളതൊക്കെ പഴംപൊരിക്ക് കഴിക്കും. അതുകൊണ്ടിട്ട് ഞാൻ ഓർത്തെന്നാൽ എണീക്കാൻ നേരത്ത് ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഉണ്ടാക്കാൻ താമസിച്ചിട്ടാണ് പഴംപൊരി. ലൈക്ക് എണീറ്റ് അപ്പോൾ ഞാൻ ഓർത്ത് എന്നാക്കും ഉണ്ടാക്കാം, അപ്പോൾ വീഡിയോയും എടുക്കാമെന്ന് ഓർത്തു. പാല് തിളച്ച് ചായ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ല കടുപ്പം വേണം ചായക്ക്. പാൽ ചായക്ക് നല്ല കടുപ്പം വേണം. അപ്പം ഞാൻ ഇക്കാക്കുള്ള ചായയും പഴംപൊരിയൊക്കെ കൊണ്ട് കൊടുത്തു. കുറച്ച് തണുത്തേണ്ടായിരുന്നു. ചായ എടുക്കുന്ന സമയം കൊണ്ടിട്ട് പഴംപൊരി കുറച്ച് തണുത്തുണ്ടായിരുന്നു. കുഴപ്പമില്ല, വലിയ തണുപ്പില്ല. അപ്പം കുറച്ചുകൂടെ പഴംപൊരി ഉണ്ടാക്കാനുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി പോയി ചായ കുടിക്കട്ടെ. ഒരു 2 പഴംപൊരിയും കൂടി ഉണ്ടാക്കാനുണ്ട്. ഞാൻ ഇങ്ങനെ പഴംപൊരി ഇങ്ങനെ രണ്ടാക്കിയിട്ടാ മുറിക്കാറ്. ഒന്നാമത്തെ എൻ്റെ ചെറിയ ചട്ടി ആയതുകൊണ്ടിട്ട് വലുതായിട്ട് മുറിച്ചിട്ടാൽ പറ്റുമെന്ന് അറിഞ്ഞൂടാ. എന്നാലും കിടക്കും, പക്ഷെ ഞാൻ ചെറുതാക്കി മുറിക്കാറ്. ഇവിടെ ഉമ്മയൊക്കെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെറുതാക്കി മുറിച്ചുണ്ടാക്കാറ്. അപ്പോൾ അത് കണ്ടിട്ട് ഞാനും അങ്ങനെ ചെറുതാക്കി മുറിച്ചു. അപ്പോൾ ഞാൻ ഇനി പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞ് പുറത്ത് പോകണം. ഇപ്പോൾ മഴയൊക്കെ മാറിയിട്ടുണ്ട്. ചെറിയൊരു വെയിൽ വന്നായിരുന്നു, പക്ഷെ വെയിൽ അധികം നേരം നിന്നില്ല. ഒരു മൂടലുണ്ട്, എന്നാലും പെയ്യില്ലാന്ന് വിചാരിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ പുറത്ത് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ട് കുറച്ച്. അപ്പോൾ ഇനി ഫോട്ടോ ഒക്കെ എടുക്കണം. പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോകാമെന്ന് ഓർത്തിട്ട് നിന്നാൽ ചായ കുടിച്ചിട്ട്. അപ്പോൾ ഇനി ഫോട്ടോ ഒക്കെ എടുക്കാൻ പോകണം. ഇന്ന് നമ്മൾ ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കാനില്ല. ഇവിടെ പച്ചക്കറി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരും അധികം കഴിക്കില്ല. ഇവിടെ എല്ലാവരും മീനും ഇറച്ചിയൊക്കെ എല്ലാവർക്കും കൂടുതലും ഇഷ്ടം. ഓണത്തിന് എന്തായാലും നമ്മൾ പച്ചക്കറി സദ്യ വേണമല്ലോ കഴിക്കാൻ. അപ്പോൾ നമ്മൾ സദ്യ ഇവിടെ ഉണ്ടാക്കുന്നില്ല, മിക്കവാറും പുറത്തുനിന്ന് തന്നെ ആയിരിക്കും അപ്പോൾ കഴിക്കുക. അപ്പോൾ ഇനി ഞാനിതൊക്കെ ഉണ്ടാക്കിയിട്ട് ചായ കുടിച്ചിട്ട് നമുക്ക് കാണാം. ഇപ്പം തന്നെ ചെറിയൊരു മഴക്കാറ് വെച്ച് തുടങ്ങിയിട്ടാണ്. മിക്കവാറും പെയ്യാൻ ചാൻസ് ഉണ്ട്.
അപ്പൊ ഞങ്ങള് കർമ്മയിൽ വന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങള് ഫുഡ് കിട്ടുന്ന സ്പോട്ട് നോക്കി പോവാണ്. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല വെയിലുണ്ട്. രാവിലെ നല്ല മഴയായിരുന്നെങ്കിൽ ഇപ്പൊ നല്ല വെയിലുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വെയിലുണ്ട്. ചെക്കന് നല്ല ഉറക്കം വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയിരിക്കും. ഇവിടെ തൊട്ടിലാട്ടോ ഇന്നലെ ഒക്കെ പറഞ്ഞിരുന്നു. ഞാൻ കണ്ടായിരുന്നു ഗൂഗിളിൽ നോക്കി. റോഡിലൊക്കെ ഭയങ്കര ആള് കുറവാ. ഓണമൊക്കെ ആയതുകൊണ്ട് അധികം എല്ലാവരും വീട്ടിൽ തന്നെയല്ലേ. അപ്പോൾ കടകളൊക്കെ കുറേ കടകൾ ഒന്ന് തുറന്നിട്ടുണ്ട്. വണ്ടി ആളൊക്കെ കുറവാ. റോഡൊക്കെ ഒഴിഞ്ഞ് കിടക്കുക. തീരെ ആളില്ല. സാറിൻ്റെ ഇവിടെയൊക്കെ നല്ല ആളുണ്ടാവണം. ഇവിടെ കുറേ കടകൾ നോക്കി പക്ഷെ കിട്ടിയില്ല. അപ്പം ഞങ്ങൾ എന്തായാലും എടപ്പാൾ വരെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. ചെക്കൻ ഉറങ്ങി. നല്ല കാറ്റുണ്ടല്ലോ അപ്പോൾ വേഗം ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടാ ഞങ്ങൾ 12 മണിയൊക്കെ ആയപ്പോഴത്തേനും ഫുഡ് നോക്കി ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് 2 മണിയൊക്കെ ആയപ്പോഴത്തേനാട്ടോ കിട്ടിയത്. ഞങ്ങൾ അങ്ങ് മലപ്പുറം കഴിഞ്ഞിട്ട് പാലക്കാട് ജില്ലയിലേക്ക് കയറിയിട്ട് അവിടെ എങ്ങും ഇല്ല. അവിടെ നിന്നൊന്നും കിട്ടിയില്ല. അവസാനം ഞങ്ങൾ പിന്നെ തിരിച്ച് നമ്മുടെ പൊന്നാനിയിൽ തന്നെ വന്ന് അങ്ങനെ അവിടെ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് കിട്ടിയിട്ടാണ്. അത് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടിയത്. 2 മണിയൊക്കെ ഞങ്ങൾ ഫുഡൊക്കെ കിട്ടിയപ്പോഴത്തേനും. എന്തായാലും സമാധാനമായി ഫുഡ് കിട്ടിയപ്പോഴത്തേനും. ഞങ്ങൾ ഫുഡ് കഴിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ചെക്കനും കൂടി ഫുഡ് കൊടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ടാണ് ഓണസദ്യ കഴിക്കുന്നത്. എല്ലാം കൂട്ടി കൊടുക്കാൻ പറ്റില്ലെങ്കിലും കുറച്ച് ഈ പൈനാപ്പിൾ പച്ചടിയൊക്കെ ഇല്ലേ, അതൊക്കെ കൂട്ടിയിട്ട് കൊടുത്ത് ആൾക്ക് ഇഷ്ടപ്പെട്ട് കഴിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നല്ല മഴ തുടങ്ങി. ഇത്രയും നേരം നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ മഴ തുടങ്ങി. അപ്പം ഇനി പരിപാടി സദ്യ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഉറങ്ങണം. അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല. കുറച്ചേരം കിടന്ന് ഉറങ്ങണം. ചിലപ്പോൾ വൈകുന്നേരം പുറത്തു പോകും. മഴ ആയതുകൊണ്ട് എന്താണെന്നറിയില്ല. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങട്ടെ. ഇപ്പം സമയം 7:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ 7 മണിയൊക്കെ ആയപ്പോഴത്തേനും എണീക്കാൻ കുറച്ച് വൈകി. നല്ല ഉറങ്ങിയപ്പോൾ തന്നെ വൈകി. കുറേ നേരം ഫോൺ കണ്ട് കിടന്നത് കഴിഞ്ഞിട്ട് പയ്യെ ഉറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിനിയിപ്പോൾ ഒന്ന് കടയിൽ പോകണം. ചായ കുടിക്കാൻ പോകാമെന്ന് വിചാരിച്ച്. കൊച്ചിനുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് മാറ്റിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നല്ല മഴ ഉണ്ടായിരുന്നു ഇത്ര നേരം. ഇപ്പോൾ ഒരു മഴക്കുറവുണ്ട്. എന്തായാലും പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. ഞങ്ങൾ കടയിൽ വന്ന് ചായ കുടിക്കാൻ വന്നിരിക്കുക. ചായ പറഞ്ഞു. നല്ല കളറുണ്ടല്ലേ ഇതിലിങ്ങനെ കണ്ടിട്ട്. ഇങ്ങനെ വെട്ടമുള്ളതുകൊണ്ടല്ലേ. എന്താ ഇക്കാനും കാണിക്കില്ല, ഇച്ചിരി കാണിക്കില്ല. എന്നാ കാണിക്കല്ല. ഇക്കാക്ക് ഈയിടെയായിട്ട് ഭയങ്കര മടിയാണ് വീട്. ഉറക്കത്തിന് എനിക്ക് വന്നോണ്ട ഇതിനൊരു വീഡിയോയിൽ വരുന്നുള്ള പറയാന്ന് അനൗൺസ് ചെയ്യാന്ന്. നാളെ അനൗൺസ് ചെയ്യാന്ന്. പൈസക്കുള്ള കട്ട്ലേറ്റ് ഇല്ല. റേറ്റ് എന്നൊരു മന്തി വാങ്ങിച്ചത്. ഹോർലിക്സിൻ്റെ ടേസ്റ്റ്.
ഫ്ലേവർ ആഡ് ചെയ്ത് അപ്പോൾ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടാണ്. ഇനിയിപ്പോൾ കുറച്ച് പരിപാടിയും കൂടിയുണ്ട്, അതൊക്കെ തീർക്കണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.